ഹലോ ഡിയാസ്, വെൽക്കം ടു ടൂസ് അക്കാഡമി. അപ്പോൾ നമ്മുടെ CSIR നെറ്റ് എക്സാം ഇനി ഡിസംബറിലാണ്. അപ്പം അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമായി. സോ ഇന്ന് ടൂസ് അക്കാഡമി ഇവിടെ CSIR നെറ്റ് ലൈഫ് സയൻസിന്റെ സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട യൂണിറ്റുകളും അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ഏരിയാസും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ടൂസ് അക്കാഡമിയിൽ CSIR നെറ്റ് ലൈഫ് സയൻസിന്റെ കോച്ചിങ് ഓൺഗോയിങ് ആണ്. ആൻഡ് ഉടനെ തന്നെ ക്രാഷ് ബാച്ചുകളെ വിളിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് 3 ടീച്ചേഴ്സ് ആണ് CSIR നെറ്റ് ലൈഫ് സയൻസ് കോച്ചിങ് തരുന്നത്. അപ്പോൾ ഈ വീഡിയോ 3 പാർട്ടായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ടീച്ചേഴ്സും എടുക്കുന്ന ടോപ്പിക് അനുസരിച്ചാണ് ഇവിടെ ഡിസ്കഷൻ വന്നിരിക്കുന്നത്. അപ്പൊ ഷഫിൾഡ് ആയിട്ടാണ് ഓരോ യൂണിറ്റുകളും കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ഏതൊക്കെ യൂണിറ്റ് ആണോ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം അത് കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഏതൊക്കെയാണ് അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയകൾ എന്ന് നോട്ട് ഡൗൺ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ ലെറ്റ് us സ്റ്റാർട്ട് ദ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ എല്ലാ യൂണിറ്റും സിലബസിലെ എല്ലാ യൂണിറ്റുകളും കൺസിഡർ ചെയ്യുന്നതാണ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 4 യൂണിറ്റുകൾ വെച്ചിട്ടാണ്. അതിൽ ആദ്യത്തെ യൂണിറ്റ് യൂണിറ്റ് 1 തന്നെയാണ്, മോളിക്യൂൾസ് ആൻഡ് ദെയർ ഇന്ററാക്ഷൻസ് റിലവൻറ്റ് ടു ബയോളജി. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 3 ഫണ്ടമെന്റൽ പ്രോസസ്സസ്. യൂണിറ്റ് 12 ആണ് അടുത്തത് അപ്ലൈഡ് ബയോളജി ആൻഡ് യൂണിറ്റ് 13 മെത്തേഡ്സ് ഇൻ ബയോളജി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് യൂണിറ്റ് മോളിക്യൂൾസ് ആൻഡ് ദ ഇന്ററാക്ഷൻ റെലവൻറ്റ് ടു ബയോളജി, ബയോകെമിസ്ട്രി. ബയോകെമിസ്ട്രി പാർട്ടാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു യൂണിറ്റ് ആണ്. കാരണം മറ്റൊന്നുമല്ല, ഒരു 10 ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് നമ്മുടെ എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. ആ 10 ക്വസ്റ്റ്യൻ നമ്മൾ 5 ക്വസ്റ്റ്യൻ സി പാർട്ടിനും കൊടുത്താൽ 20 മാർക്കായി, 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ബി പാർട്ടിൽ കൊടുത്താൽ 10 മാർക്കായി. അത് അടിയുമ്പോൾ 30, ഒരു 30-35 റേഞ്ച് മാർക്ക് വരുന്ന റേഞ്ചിൽ ഈ ഒരു യൂണിറ്റിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ യൂണിറ്റ് എന്ന് പറയാൻ കാരണം. മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചാപ്റ്ററുകൾ ഏതാ? ഈ ഒരു യൂണിറ്റിലെ ചാപ്റ്ററുകൾ സ്റ്റെബിലൈസിങ് ഇൻട്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കൺഫർമേഷൻ ഓഫ് പ്രോട്ടീൻസ്, രാമചന്ദ്രൻ പ്ലോട്ടീൻ എന്നൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ എൻസൈം കൈനറ്റിക്സ്, എൻസൈം കൈനറ്റിക്സും അവയുടെ റെഗുലേഷനും സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടം പിടിക്കുന്ന ഒരു ഏരിയ ആണ്. ദെൻ ഗ്ലൈക്കോലൈസിസ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. തെർമോഡൈനാമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സ്റ്റെബിലിറ്റി ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് ഇതിൽ മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങൾ. അതുപോലെ തന്നെ ബയോമോളിക്യൂൾ സ്ട്രക്ചറും കാര്യങ്ങളും കോമ്പോസിഷനും ഒക്കെ ചോദിക്കാറുണ്ട്. പ്രോട്ടീൻസിൻ്റെയും കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഒക്കെ ചോദിക്കാറുണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു മോഡറേറ്റ് റേഞ്ച് ചോദിക്കുന്ന ഏരിയ ഇവിടെ മെറ്റബോളിസം ചോദിക്കാറുണ്ട്. ദെൻ കൺഫർമേഷൻ ന്യൂക്ലിക് ആസിഡ് ABZ-DNA കുറിച്ച് ചോദിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും തരിക. അപ്പം അതിന് ഓരോന്നിനും ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ? അത് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചെയ്ത് ട്രൂ ഓർ ഫാൾസ് ഒക്കെ ചോദിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത്. ദെൻ PHും ബഫറിനും ഒക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. കണക്ക് രൂപത്തിൽ, മാത്തമാറ്റിക്സ് രൂപത്തിലാണ് ചോദിക്കാറ്. ഇതൊരു ലെസ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇവിടെ പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം, ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല, പക്ഷേ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. കെമിക്കൽ ബോണ്ട്സ് ആണ് പിന്നെയും ഒന്ന് ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് സ്റ്റെബിലൈസിങ് ഇൻട്രാക്ഷനെ കുറിച്ച് പഠിക്കണം. ദെൻ കൺഫർമേഷൻ ഓഫ് പ്രോട്ടീൻ, എസ്പെഷ്യലി രാമചന്ദ്രൻ പ്ലോട്ട്, തെർമോഡൈനാമിക്സ്, ഗ്ലൈക്കോലൈസിസ്, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ, അതുപോലെ സ്റ്റെബിലിറ്റി ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിക് ആസിഡ് ഇമ്പോർട്ടൻ്റ് ആണ്. എൻസൈം കൈനറ്റിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആയോ? അടുത്ത യൂണിറ്റ് ഫണ്ടമെന്റൽ പ്രോസസ് ആണ്. നമുക്കറിയാം മോളിക്കുലർ ബയോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു യൂണിറ്റ് ആണ്. നമുക്ക് ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു യൂണിറ്റ് ആണ്. ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് CSIRന്റെ എക്സാമിന് പോകുന്നവർ സ്കിപ്പ് ചെയ്യാൻ പാടുള്ളതല്ല. ഇവിടെ നമുക്ക് കാണാം ഇന്ന് വരുന്ന ചാപ്റ്റേഴ്സ് DNA റെപ്ലിക്കേഷൻ, RNA സിന്തസിസ്, പ്രോട്ടീൻ സിന്തസിസ്, പിന്നെ ജീൻ റെഗുലേഷൻ ആണ്. ഇതിൽ DNA റെപ്ലിക്കേഷനും RNA സിന്തസിസും പിന്നെ അതിൻ്റെ പ്രോസസ്സിങ്ങും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിൽ കൊടുത്തിട്ടുള്ള ഓരോ സബ് ടോപ്പിക്കും നമ്മൾ പഠിച്ചിരിക്കണം. ഇന്നത് ഒഴിവാക്കാനില്ല.
ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാ സബ് ടോപ്പിക്കും യൂണിറ്റ് ഓഫ് റെപ്ലിക്കേഷൻ, പിന്നെ എൻസൈം, എന്തൊക്കെ എൻസൈം ആണ് ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഫംഗ്ഷൻ എന്താണ്, റെപ്ലിക്കേഷൻ ഒറിജിൻ, റെപ്ലിക്കേഷൻ ഫോർക്ക് വെച്ച് നമുക്ക് ഇമേജ് എന്ന് ചോദിക്കാം, പിക്ചറൈസേഷൻ വന്ന് ചോദിക്കാം, അല്ല സ്റ്റേറ്റ്മെന്റ് ലെവലും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുപോലെ തന്നെയാണ് DNA ഡാമേജ് ആൻഡ് റിപ്പയർ മെക്കാനിസം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ, RNA സിന്തസിസും അതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ ക്വസ്റ്റ്യൻ സ്ഥിരം വരുന്ന ഏരിയ ആണ്. പിന്നെയും ഒരു മോഡറേറ്റ്ലി ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ പ്രോട്ടീൻ സിന്തസിസ്, ട്രാൻസ്ലേഷൻ, എന്നാലും അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ജീൻ റെഗുലേഷൻ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചില സമയങ്ങളിൽ ഫേജിൽ നടക്കുന്ന ജീൻ റെഗുലേഷനെ കുറിച്ചാണ് ചോദിക്കാറ്. ഒപ്രോൺ അല്ലെങ്കിൽ ലാക്കോപ്രോൺ അല്ലെങ്കിൽ നമ്മുടെ ട്രിപ്റ്റോഫാൻ ഒപ്രോൺ ആണ് സ്ഥിരമായിട്ട് ചോദിക്കുക. ചില സമയങ്ങളിൽ ഫേജിന്റെ ജീൻ റെഗുലേഷൻ എങ്ങനെയാണ്, അതിൽ നടക്കുന്ന ഫാക്ടേഴ്സിന്റെ വെച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒരു 10 to 12 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ യൂണിറ്റിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു 35 to 40 മാർക്ക് ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്റർ, അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. നമ്മുടെ സിലബസിന്റെ അവസാന പാർട്ടായ യൂണിറ്റ് 12 അപ്ലൈഡ് ബയോളജിയും യൂണിറ്റ് 13 മെത്തേഡ്സ് ഇൻ ബയോളജിയും നമ്മൾ വളരെ തന്ത്രമായി അപ്രോച്ച് ചെയ്യേണ്ട 2 യൂണിറ്റുകളാണ്. എസ്പെഷ്യലി യൂണിറ്റ് 13 മെത്തേഡ്സ് ഇൻ ബയോളജി. കാരണം മറ്റൊന്നുമല്ല, ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്, ഭയങ്കര പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് അതിൽ, ടോപ്പിക്കുകളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മൊത്തത്തിൽ പഠിച്ച് എക്സാമിന് പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ അതിനെ എങ്ങനെ അനലൈസ് ചെയ്യണം? നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് സ്ഥിരമായി ചോദിക്കുന്ന ഏരിയ കണ്ടുപിടിച്ച് അത് ഫോക്കസ് ചെയ്ത് പഠിക്കണം. സ്ഥിരമായി ചോദിക്കുന്ന, ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഏതൊക്കെ ഭാഗങ്ങളാണ്, അതിൽ തന്നെ എപ്പോഴും എക്സാമിന് കൺഫേം ചെയ്ത് വരുന്ന കുറച്ച് പാർട്ട് ഉണ്ടാവും. ഈ പാർട്ടിൽ നിന്ന് എന്തായാലും എല്ലാ എക്സാമും ചോദിക്കാറുണ്ട്. ചില പാർട്ട് ചിലപ്പം 1-2 എക്സാം സ്കിപ്പ് ചെയ്ത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ? അതൊക്കെ ഫോക്കസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച് അത് നമ്മൾ ആദ്യം പഠിച്ചു വെക്കണം. പിന്നെ വേണം നമ്മൾ സമയമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വല്ലപ്പോഴും ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ടാവും, അത് പഠിച്ചു വെക്കാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് കവർ ചെയ്ത് അതിലെ ക്വസ്റ്റ്യൻസ് മൊത്തം നമ്മൾ പഠിച്ചു വെക്കണം. അപ്പം അപ്ലൈഡ് ബയോളജി നോക്കുകയാണെങ്കിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് അഗ്രോ ബാക്ടീരിയ മീഡിയേറ്റർ ജീൻ ട്രാൻസ്ഫർ. ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ചിലപ്പം വിർജിൻസിനെ വെച്ച് നമുക്ക് ടേബിൾ തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ ടിഷ്യൂ കൾച്ചർ, പ്ലാന്റിലെ ടിഷ്യൂ കൾച്ചർ ആണ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറുള്ളത്. ആനിമലിൽ ഒരു മൊറേറ്റ്ലി ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ ബയോസയൻസിനും ഫൈറ്റർ റെമഡിയേഷനും ഒക്കെ ഫ്രീക്വന്റ് അല്ല, എന്നാലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ജീൻ തെറാപ്പിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതുപോലെ ബ്രീഡിംഗ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, മാർക്കർ അസിസ്റ്റഡ് സെലക്ഷൻ, ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇത്രയും ടോപ്പിക്കാണ് ആ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, സ്ഥിരമായി ചോദിച്ചു കണ്ടിട്ടുള്ളത്. യൂണിറ്റ് 13 മെത്തേഡ്സ് ഇൻ ബയോളജി ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുപോലെ ടെക്നിക്കുകളാണ്, ഒരുപാട് ടെക്നിക്കുകൾ. ഇവിടെ നമ്മൾ ആ ടെക്നിക്കുകളുടെ പ്രിൻസിപ്പിളും അവയുടെ ഫംഗ്ഷനും എന്താണെന്ന് നിർബന്ധമായും പഠിച്ചു വെക്കണം. നമുക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ അത് അപ്പം നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഒരുപാട് പഠിച്ചു വെച്ചില്ലെങ്കിലും ആ ഓരോന്നിൻ്റെ ഫംഗ്ഷനും ബേസിക് പ്രിൻസിപ്പിളും എന്താണെന്ന് പഠിച്ചു വെക്കുക. ഇതിൽ റെക്സിഷൻ, എൻസൈം ആൻഡ് ഡൈജഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സി പാർട്ടിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓരോ എൻസൈം തന്നിട്ട് അതിൻ്റെ ഡൈജഷൻ എങ്ങനെയാണ്, നമുക്ക് കിട്ടുന്ന ഫ്രാഗ്മെന്റ്സ് എങ്ങനെയായിരിക്കും, അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ മോളിക്കുലാർ മാർക്കേഴ്സ്, RFLP, RAPD, ALFLP. ദെൻ ബ്ലോട്ടിംഗ് ടെക്നിക്സ്, സദേൺ, നോർത്തേൺ, വെസ്റ്റേൺ, ഓരോന്നിനാണ് അനലൈസ് ചെയ്യുന്നത്, അത് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഒരുപാട് ഇമ്മ്യൂണോ ടെക്നിക്കുകൾ, ഫ്ലോ സൈറ്റോമെട്രി, ഫാക്സ് എന്ന് പറയും, ഫ്രാപ്പ്, FITC ഒക്കെ എന്ന ടെക്നിക്കുകളാണ്. ഇത് അതിന്റെ ബേസ് എന്താണ്, അതിന് ക്വസ്റ്റ്യൻ വന്ന് എങ്ങനെ അനലൈസ് ചെയ്യാം, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അത് വെച്ച് പഠിക്കുക. ദെൻ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്ക്, അതിപ്പോൾ UV വിസിബിൾ ആണെങ്കിലും ഫ്ലൂറസെൻസ്, സർക്കുലർ ഡയക്രോയിസം, NMR സ്പെക്ട്രോസ്കോപ്പി, മാസ് സ്പെക്ട്രോസ്കോപ്പി ഒക്കെ എന്തിനാണ് ചെയ്യുന്നത്, ഓരോന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അത് നോക്കി പഠിച്ചു വെക്കുക.
അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെക്ടേഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. യാക്ക് ബാക്ക് ഒന്നെങ്കിൽ ബി പാർട്ടിൽ ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പം സി പാർട്ടിൽ സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. ഓരോന്നിനും ഓരോ ക്യാരക്ടേഴ്സ് ആയിരിക്കും, ആ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ചോദിക്കാറുണ്ട്. ദെൻ ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ, നമ്മളെ സെൽ ഫ്രാക്ഷൻ, സെൽ ബയോളജിയെ കണക്ട് ചെയ്ത് ഈ ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ കണക്ട് ചെയ്ത് ചോദിക്കാറുണ്ട്. ക്രൊമറ്റോഗ്രഫി, നമ്മുടെ പ്രോട്ടീൻസിന്റെ ഒക്കെ ഐസൊലേഷൻ അല്ലെ പ്യൂരിഫിക്കേഷൻ സമയത്ത് പല ക്രൊമറ്റോഗ്രഫിയാണ്. അപ്പൊ ആ എല്യൂട്ട് ചെയ്ത് വരുന്ന ആ ഗ്രാഫുകളൊക്കെ നോക്കി വെക്കണം. ദെൻ മൈക്രോസ്കോപ്പി, മൈക്രോസ്കോപ്പിയിൽ സ്ഥിരം ക്വസ്റ്റ്യൻസ്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ജസ്റ്റ് നമ്മളൊന്ന് അത് പഠിച്ചു വെക്കുക. അതുപോലെ ജീനോക്കൗട്ടിൽ CRE ലോക്സ്പി സിസ്റ്റം സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമ്മൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം പഠിച്ചു വെച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ EEG, ECG, പാച്ച് ക്ലാമ്പ് റെക്കോർഡിങ്സ് എന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ട് കണ്ടിട്ടുണ്ട്. എന്താണെന്നും അവ എന്തിന്റെ ഫംഗ്ഷൻ ആണ്, എന്താണ് ചെയ്യുന്നതെന്നും മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതിന്റെ ബേസിസിലെ ക്വസ്റ്റ്യൻ ചോദിക്കാറ്, കൂടുതൽ ആഴത്തിലൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. അതിന്റെ ഫംഗ്ഷൻ, ബേസിക് പ്രിൻസിപ്പിൾ, ആപ്ലിക്കേഷനും കാര്യങ്ങളും മാത്രം നോക്കി വെക്കുക. ക്ലിയർ ആയോ? 2 യൂണിറ്റിന്റെയും കൂടി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, ഒരു 16-17 ക്വസ്റ്റ്യൻസ് സ്ഥിരമായി ചോദിക്കാറുണ്ട്. അതൊരു 40 മാർക്ക് സി പാർട്ടിലും ഒരു 12-14 മാർക്ക് ബി പാർട്ടിലും ആയിട്ടാണ് ചോദിക്കാറ്. എങ്ങനെ പോയാലും ഒരു 50 മാർക്കിന് ഈ ഏരിയന്ന് അല്ലെ ഈ 2 യൂണിറ്റുകളെന്ന് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഈ 2 യൂണിറ്റുകളും ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കണക്ട് ചെയ്തെന്നെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ വളരെ ഫോക്കസ് ആയിട്ട് ഈ 2 യൂണിറ്റുകളെ അപ്രോച്ച് ചെയ്താൽ മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സുകൾ ആദ്യം കവർ ചെയ്ത് അതിൽ നിന്ന് ചോദിക്കുന്ന രീതികളൊക്കെ മനസ്സിലാക്കി അത് നന്നായി പഠിക്കുക. ദെൻ നമ്മൾ അതിനുശേഷമുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക് പഠിക്കുക. പിന്നെ ഏറ്റവും കുറവ് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ പഠിക്കുക. ചില ടോപ്പിക്കുകളൊന്നും ഇതുവരെ എക്സാമിന് ചോദിക്കാത്ത ഏരിയ വരെ ഈ 2 യൂണിറ്റുകളിലുണ്ട്. അത് കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കാൻ പറ്റും, ഒഴിവാക്കുക. പഠിച്ചു നന്നായി റിവിഷൻ ചെയ്യുക. അതാണ് നമ്മുടെ CSIR എന്നല്ല എല്ലാ എക്സാമിനും വേണ്ടത് അല്ലേ. പഠിച്ച കാര്യം ഓർമ്മയില്ലാത്തപ്പോൾ അല്ലെങ്കിൽ നമുക്കത് എക്സാമിന് അത് മര്യാദയ്ക്ക് ഓർമ്മ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം പഠിച്ച കാര്യം നമ്മൾ വൃത്തിക്ക് പഠിച്ച് റിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിട്ടാൽ നമുക്ക് നല്ലൊരു സ്കോർ എത്താൻ പറ്റും. ദെൻ ഈ 2 യൂണിറ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ടെക്നിക്സ് ഞാൻ പറഞ്ഞു, ടെക്നിക്സിന്റെ പ്രിൻസിപ്പളും ആപ്ലിക്കേഷൻസും പഠിച്ചു വെക്കുക. ക്ലിയർ? CSIR ലൈഫ് സയൻസ് സിലബസിലെ ചാപ്റ്റർ 4, 5, 7 and 9. അതിൽ ചാപ്റ്റർ 4 സെൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സെൽ സിഗ്നലിംഗ്, ചാപ്റ്റർ 5 ഡെവലപ്മെന്റൽ ബയോളജി, ചാപ്റ്റർ 7 ആനിമൽ ഫിസിയോളജി, ചാപ്റ്റർ 9 ഡൈവേഴ്സിറ്റി ഇൻ ലൈഫ് ഫോംസ്. ഇത്രയും ഭാഗങ്ങളിൽ വരുന്ന സിലബസിലെ പ്രധാനപ്പെട്ട ഏരിയാസും ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസും അതേപോലെ തന്നെ ഓൺ ആൻ ആവറേജ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എത്രത്തോളം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് നമുക്കിനി നോക്കാം. ഡെവലപ്മെന്റൽ ബയോളജി, ഈ ഒരു ഭാഗം നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആവറേജ് ഒരു 10 ചോദ്യം നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അത് തന്നെ 2 മാർക്സും 4 മാർക്സ് ചോദ്യങ്ങളും ഉൾപ്പെടും. ഡെവലപ്മെന്റൽ ബയോളജിയിൽ ഉറപ്പായിട്ടും നമ്മൾ നോക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ആണ് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കമ്മിറ്റ്മെന്റ്, ടൈപ്സ് ഓഫ് സ്പെസിഫിക്കേഷൻ ലൈക്ക് ഓട്ടോണോമസ്, കണ്ടീഷണൽ, ഇൻഡക്ഷൻ, കോമ്പീറ്റൻസ്, മോർഫോജനറ്റിക് ഗ്രേഡിയന്റ്, സ്റ്റെം സെൽ, സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനന്റ്. ഇനി അടുത്തത് ഗാമറ്റോജനസിസ്, ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് സീ അർച്ചിൻ അതേപോലെ തന്നെ മാമൽസിന്റെ കേസിലും. സൈഗോട്ട് ഫോർമേഷൻ, ക്ലീവേജ്, ബ്ലാസ്റ്റുല, ഗാസ്ട്രുല, ജേം ലെയർ ഫോർമേഷൻ, അതിന്റെ ഫേറ്റ്, ആക്സിസ് ആൻഡ് പാറ്റേൺ ഫോർമേഷൻ ഇൻ ഡോർസോഫില, ആംഫീബിയൻസ് ആൻഡ് ചിക്ക്. ഇത് 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് ഡോർസോഫില ആൻഡ് ആംഫീബിയൻ. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സി എലിഗൻസിന്റെ വൾവ ഫോർമേഷൻ, then islands induction, limb development in vertebrates, regeneration in vertebrates.
ഇത്രയാണ് ഡെവലപ്മെന്റൽ ബയോളജിയിൽ ഉറപ്പായിട്ടും നോക്കേണ്ട പ്രധാനപ്പെട്ട ഏരിയാസ്. സെല്ലുലാർ ഓർഗനൈസേഷൻ. ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത, ഇതിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യങ്ങൾ 8 to 10 ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇതിൽ ആദ്യം തന്നെ മെംബ്രെയിൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ആണ് പഠിക്കാനുള്ളത്. മെംബ്രെയിൻ സ്ട്രക്ചർ, ലിപ്പിഡ് ബൈലെയർ, then membrane protein diffusion, osmosis, active transport, membrane pumps. ഇതിൽ തന്നെ സ്ഥിരമായി ചോദിക്കാവുന്ന ഒരു ഭാഗമാണ് മെക്കാനിസം ഓഫ് സോർട്ടിംഗ് ആൻഡ് റെഗുലേഷൻ ഓഫ് ഇൻട്രാസെല്ലുലാർ ട്രാൻസ്പോർട്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതോടൊപ്പം തന്നെ സെൽ ഓർഗനൽസും നോക്കേണ്ടതായിട്ടുണ്ട്. then ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെംബ്രെയിൻ. മറ്റൊരു ഏരിയ ആണ് സൈറ്റോസ്കെൽട്ടൺ. സൈറ്റോസ്കെൽട്ടനും പ്രധാനപ്പെട്ട ഏരിയ തന്നെയാണ്. then ഓർഗനൈസേഷൻ ഓഫ് ജീൻസ് ആൻഡ് ക്രോമസോംസ്. പ്രധാനപ്പെട്ട ഏരിയ ആണ് സെൽ ഡിവിഷൻ, സെൽ സൈക്കിൾ, മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. ഇതില് റെഗുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. സെൽ സൈക്കിൾ റെഗുലേഷൻ, അതില് സൈക്ലിൻസ് ആൻഡ് CDKs അതുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. സെല്ലുലാർ ഓർഗനൈസേഷനും പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ്. സെൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സെൽ സിഗ്നലിംഗ്. ഈ ഒരു ചാപ്റ്ററിൽ എക്സ്പെക്ട് ചെയ്യാവുന്നത് 7 to 8 ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ എക്സ്പെക്ട് ചെയ്യാം. ഇതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് സെൽ സിഗ്നലിംഗ്. സെൽ സിഗ്നലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ പഠിക്കാനുള്ളത് ഹോർമോൺസ്, റിസപ്റ്റേഴ്സ്, then GPCR റിസപ്റ്റർ, then different pathways, second messengers, pathways regulation. സ്ഥിരമായി റിപ്പീറ്റ് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് സെൽ സിഗ്നലിംഗ്. ഉറപ്പായിട്ട് നോക്കേണ്ടതായിട്ടുള്ള ഒരു ഏരിയ ആണ്. then മറ്റൊന്ന് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ. സെല്ലുലാർ കമ്മ്യൂണിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന റോൾ ഓഫ് ഡിഫറെന്റ് അഡഷൻ മോളിക്യൂൾസ്, ഗ്യാപ് ജംഗ്ഷൻസ്, then extracellular matrix integrins, ന്യൂറോ ട്രാൻസ്മിഷൻ ആൻഡ് ഇറ്റ്സ് റെഗുലേഷൻ. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഗ്യാപ് ജംഗ്ഷൻസ്, then ഇതോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് ഡെസ്മോസോംസ്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. സെൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സെൽ സിഗ്നലിംഗിലെ അടുത്തൊരു ടോപ്പിക് ക്യാൻസർ. ക്യാൻസറുമായിട്ട് റിലേറ്റ് ചെയ്ത ഓങ്കോജീൻസ്, ട്യൂമർ സപ്രസർ ജീൻസ്, ക്യാൻസർ ആൻഡ് സെൽ സൈക്കിൾ, വൈറസ് ഇൻഡ്യൂസ്ഡ് ക്യാൻസർ, മെറ്റാസ്റ്റാസിസ്, then അപ്പോടോപ്സിസ് തുടങ്ങിയ കാര്യങ്ങളാണ് ക്യാൻസറിൽ വരുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ തന്നെയാണ് ഇമ്മ്യൂണോളജി വരുന്നത്. ഇമ്മ്യൂണോളജിയിലും പ്രധാനമായിട്ട് നോക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് MHC മോളിക്യൂൾസ്, ആന്റിജൻ പ്രോസസ്സിംഗ്, അതേപോലെ തന്നെ സെൽ മീഡിയേറ്റഡ് ആൻഡ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ള ഏരിയ ആണ് ഹ്യൂമറൽ ആൻഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. then സെൽസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് ഓർഗൻസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം വരുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ അധികം ചോദ്യങ്ങളൊന്നും വരാറില്ല. കൂടുതലായിട്ട് ഹ്യൂമറൽ ആൻഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് റിലേറ്റ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. അതേപോലെ തന്നെ കോംപ്ലിമെന്റ് സിസ്റ്റം ഉണ്ട്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ട്. സോ ഈ ഒരു ചാപ്റ്ററിൽ തന്നെയാണ് ഇമ്മ്യൂണോളജി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയ തീർച്ചയായിട്ടും സെൽ സിഗ്നലിംഗ് ആണ്. അതേപോലെ തന്നെ സെല്ലുലാർ കമ്മ്യൂണിക്കേഷനും ഇമ്പോർട്ടന്റ് ആണ്. ആനിമൽ ഫിസിയോളജി. ആനിമൽ ഫിസിയോളജിന്ന് തീർച്ചയായിട്ടും നമുക്ക് ഒരു 10 മുതൽ 12 ചോദ്യങ്ങൾ വരെ പ്രതീക്ഷിക്കാം. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ബ്ലഡ് ആൻഡ് സർക്കുലേഷൻ ഉണ്ട്, ബ്ലഡ് സെൽസ്, then ഹെമാറ്റോപോയിസിസ് തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത്. കാർഡിയോവാസ്കുലർ സിസ്റ്റം, സ്ട്രക്ചർ ഓഫ് ഹാർട്ട്, then അതിന്റെ ഫംഗ്ഷനിങ്, ECG, കാർഡിയാക് സൈക്കിൾ, റെസ്പിറേറ്ററി സിസ്റ്റം, മെയിൻലി ദ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ആൻഡ് റെഗുലേഷൻ, നെർവസ് സിസ്റ്റം വരുന്നുണ്ട്, സെൻസ് ഓർഗൻ, എക്സ്ക്രീറ്ററി സിസ്റ്റം, തെർമോ റെഗുലേഷൻ, സ്ട്രെസ് ആൻഡ് അഡാപ്റ്റേഷൻ, ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് എൻഡോക്രൈനോളജി. ഇതിൽ തന്നെ ആനിമൽ ഫിസിയോളജിയിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയ തീർച്ചയായിട്ടും എൻഡോക്രൈനോളജിയാണ്. ബിക്കോസ് 2023 ഒരു ചോദ്യ പേപ്പറിൽ തന്നെ എൻഡോക്രൈനോളജിന്ന് 5 ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കി അതിന്റെ ഇമ്പോർട്ടൻസ് ക്ലിയർ ആയല്ലോ. മാത്രമല്ല ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും എൻഡോക്രൈനോളജിന്ന് ചോദ്യങ്ങൾ ആനിമൽ ഫിസിയോളജി ഭാഗത്തു നിന്ന് ഉറപ്പായിട്ടും ഉണ്ടാകും. നല്ല രീതിയിൽ ഫോക്കസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് എൻഡോക്രൈനോളജി. നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സെൻസ് ഓർഗൻ, തെർമോ റെഗുലേഷൻ, സ്ട്രെസ് ആൻഡ് അഡാപ്റ്റേഷൻ, അതിൽ നിന്ന് അധികം ചോദ്യങ്ങൾ പൊതുവെ അങ്ങനെ വരാറില്ല, വളരെ കുറവായിരിക്കുള്ളൂ. ബാക്കി ഏരിയയിൽ നന്നായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ എൻഡോക്രൈനോളജി നല്ല രീതിയിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഡൈവേഴ്സിറ്റി ഇൻ ലൈഫ് ഫോംസ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 6 to 8 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം.
ഇതിൽ വരുന്ന ഭാഗങ്ങൾ പ്രിൻസിപ്പൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ടാക്സോണമി, ആനിമൽ ആൻഡ് പ്ലാന്റ് ക്ലാസിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ആൻഡ് ഫംഗൈ, ഓർഗാനിസം ഓഫ് ഹെൽത്ത് ആൻഡ് അഗ്രികൾച്ചറൽ ഇമ്പോർട്ടൻസ്, ഓർഗാനിസം ഓഫ് കൺസർവേഷൻ കൺസേൺ. ഇതിൽ തന്നെ ടാക്സോണമി റിലേറ്റഡ് ഭാഗങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ആനിമൽ പ്ലാന്റ് ക്ലാസിഫിക്കേഷൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത് ഒരേ രീതിയിൽ തന്നെയാണ്. അപ്പൊ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അത് ഈ ഒരു ചാപ്റ്റർ കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഏരിയ തന്നെയാണ്. അടുത്ത സെഷനിൽ നമ്മൾ ബാക്കി റിമൈനിങ് യൂണിറ്റ്സ് ആണ് നോക്കുന്നത്. അതായത് യൂണിറ്റ് 2 സെല്ലുലാർ ഓർഗനൈസേഷൻ, യൂണിറ്റ് 6 സിസ്റ്റം ഫിസിയോളജി പ്ലാന്റ്സ്, യൂണിറ്റ് 8 ഇൻഹെറിറ്റൻസ് ബയോളജി, യൂണിറ്റ് 10 എക്കോളജിക്കൽ പ്രിൻസിപ്പിൾ ആൻഡ് യൂണിറ്റ് 11 എവല്യൂഷൻ ആൻഡ് ബിഹേവിയർ. അപ്പൊ ഈ യൂണിറ്റ്സിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഏരിയാസ്, നമ്മൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയാസ് ഏതെല്ലാമാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. യൂണിറ്റ് 2 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. യൂണിറ്റ് 2 എന്ന് പറയുന്നത് സെല്ലുലാർ ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഇൻ ആൻ ആവറേജ് ഓഫ് അബൌട്ട് 25 to 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു യൂണിറ്റ് ആണ് സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഡിഫറെന്റ് മോഡ്യൂൾസ് ഉണ്ട്. ഈ എല്ലാ മോഡ്യൂൾസിലും നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇന്റർ റിലേറ്റഡ് അല്ല, ഡിഫറെന്റ് ആസ്പെക്ട്സിലാണ് എല്ലാ മോഡ്യൂൾസും വരുന്നത്. അപ്പോൾ ഈ വരുന്ന പാർട്ടില് 1-2 മോഡ്യൂളുകൾ നമ്മൾ പഠിച്ചില്ല എന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ബാക്കി യൂണിറ്റുകൾ കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് പഠിച്ചാൽ മതിയാകും. ആൻഡ് സെല്ലുലാർ ഓർഗനൈസേഷനിൽ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയാൻ നേരത്ത് നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് മെംബ്രെയിൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ മെംബ്രെയിന്റെ കോമ്പോസിഷനും നേച്ചർ ഓഫ് മെംബ്രെയിൻ, അതിൽ ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ് ഇൻ ദ ബൈലെയർ, ലിപ്പിഡ് ബൈലെയർ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെംബ്രെയിൻ ഡീറ്റെയിൽസ്, പിന്നെ നമ്മുടെ RBCയുടെ മെംബ്രെയിൻ കോമ്പോണൻസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ പറയുന്ന മെംബ്രെയിൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷനിൽ വരുന്നതാണ്. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ലിപ്പിഡ് ഡ്രാഫ്റ്റ്, അതുപോലെ തന്നെ FRAP അതായത് ഫ്ലൂറസെൻസ് റിക്കവറി ആഫ്റ്റർ ഫോട്ടോ ബ്ലീച്ചിങ്, ഫ്രീസ് ഇച്ചിങ് എന്ന് പറയുന്ന ടോപ്പിക് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് യൂണിറ്റ് 2 ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റ് ഏരിയകൾ എന്ന് പറയുന്നത് വേരിയസ് ടൈപ്പ് ഓഫ് ചാനൽസ് ആണ്. അതിൽ നമുക്ക് അയൺ ചാനൽസും ഡിഫറെന്റ് പമ്പ്സ്, ട്രാൻസ്പോർട്ടേഴ്സ്, പിന്നെ ഈ പറയുന്ന ചാനൽസിന്റെയും പമ്പ്സിന്റെയും അതുപോലെ ട്രാൻസ്പോർട്ടേഴ്സിന്റെ ഒക്കെ ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. അതുപോലെ മെംബ്രെയിൻ ഡീസ്റ്റെബിലൈസിങ് ഏജന്റ്സ്, പിന്നെ വരുന്നത് ഡിറ്റർജന്റ് ട്രീറ്റ്മെന്റ് ആണ്. മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് കോസസ് ദ ചേഞ്ച് ഇൻ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മളിവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ പ്രത്യേകിച്ച് ഇൻഹിബിറ്റേഴ്സിനെയൊക്കെ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഫ്രീക്വന്റ് ആയിട്ട് എക്സാമിൽ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഈ ഇൻഹിബിറ്റേഴ്സിന്റെ പേരുകളൊക്കെ എക്സാക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കാനായിട്ട് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഏരിയ എന്ന് പറയുന്നത് പ്രോട്ടീൻ ട്രാൻസ്പോർട്ട് പാത്വേ ആണ്. അപ്പോ നമുക്ക് വേരിയസ് ഓർഗനൽസ് വരുന്നുണ്ടല്ലോ, അതിൽ പ്രോട്ടീൻ ട്രാൻസ്പോർട്ട് പാത്വേ ഓഫ് വേരിയസ് ഓർഗനൽസ് വരുന്നുണ്ട്. സൈറ്റോസ്കെലിറ്റൻ ഇമ്പോർട്ടന്റ് ആണ്. സൈറ്റോസ്കെലിറ്റനിൽ നമുക്ക് ആക്ടിൻ, ഡൈനിൻ, കൈനസിൻ അങ്ങനത്തെ കുറെ സൈറ്റോസ്കെലിറ്റൽ കോമ്പോണൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ സെല്ലുലാർ ഓർഗനൽസും അതിന്റെ ഫംഗ്ഷനും ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ഓർഗനൽസും കൺസിഡർ ചെയ്യണം. നമുക്ക് ഗോൾജി ബോഡീസ്, ലൈസോസോംസ്, പെറോക്സിസോംസ്, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, മൈറ്റോകോൺഡ്രിയ, ക്ലോറോപ്ലാസ്റ്റ്, എല്ലാ ഓർഗനൽസും ഇവിടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഐദർ ഡയറക്റ്റ് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാം. പിന്നെ ഈ പറയുന്ന ഓരോ ഓർഗനൽസിന്റെ എൻസൈമാറ്റിക് കണ്ടന്റും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് സെല്ലുലാർ ഫ്രാക്ഷനേഷൻ ആണ്. ഈ സെല്ലുലാർ ഫ്രാക്ഷനേഷൻ ബേസ്ഡും ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട്. അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് യൂണിറ്റ് 2 തന്നെ ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഓപ്രോൺ സിസ്റ്റം ആണ്. ഓപ്രോൺ സിസ്റ്റത്തിൽ ലാക് ഓപ്രോൺ, ട്രിപ്റ്റോഫാൻ ഓപ്രോൺ, അതേപോലെ തന്നെ അറാബിനോസ് ഓപ്രോണും ഉണ്ട്. ഇവിടെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് നമ്മൾ നോക്കണം. കോൺസെപ്റ്റ് ഓഫ് ദീസ് ഓപ്രോൺസ്, അതുപോലെ അതിന്റെ റെഗുലേഷൻ കൺസിഡർ ചെയ്യണം. അതായത് വിത്ത് ദ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് ദി സബ്സ്ട്രേറ്റ്, ആബ്സെൻസും പ്രസൻസും ഓഫ് ദി സബ്സ്ട്രേറ്റ് എങ്ങനെയാണ് ഇതിന് ഓപ്രോണിനെ എഫക്ട് ചെയ്യണത്, അത് ഇമ്പോർട്ടന്റ് ആണ്.
ക്രോമോസോം സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ട്രാൻസ്പോസോൺസ് ഡീറ്റെയിൽ മെക്കാനിസം ഇമ്പോർട്ടന്റ് ആണ്. റെപ്പിറ്റേറ്റീവ് DNA സീക്വൻസസ് ആൻഡ് സെൻട്രോമിയറിക് റീജിയൻ ഇമ്പോർട്ടന്റ് ആണ്. DNA അസിറ്റൈലേഷൻ ആൻഡ് മീഥൈലേഷനും ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, ദാറ്റ് ഇസ് സെൽ സൈക്കിൾ. സെൽ സൈക്കിളിന്റെ സ്റ്റെപ്പും അതുപോലെ തന്നെ ചെക്ക് പോയിന്റ് റെഗുലേഷൻ ഇൻ ഡീറ്റെയിൽസ് ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പെഷ്യലി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ക്യാൻസർ ആസ് വെൽ ആസ് അപ്പോപ്ടോസിസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന സെൽ സൈക്കിൾ സ്റ്റെപ്സും ചെക്ക് പോയിന്റ് റെഗുലേഷനും കൺസിഡർ ചെയ്യേണ്ടതാണ്. അതുപോലെ നമുക്ക് മറ്റ് സെൽ സൈക്കിൾ റെഗുലേറ്റേഴ്സ് ആയ സൈക്ലിൻ, CDKസിന്റെ ഫംഗ്ഷൻ, അതുപോലെ ATM, ATR, അതുപോലെ ഇൻഹിബിഷൻ ഡ്രഗ്സും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ദ കൺട്രോൾ ഓഫ് സൈക്കിൾ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി വരുന്നത് DNA ബേസ്ഡ് ആണ്. DNA ആൻഡ് ക്രോമോസോം കൗണ്ട്, അത് നമ്മുടെ മൈറ്റോസിസ് ആൻഡ് മിയോസിസ് സെൽ സൈക്കിൾ സ്റ്റേജസിൽ വരുമ്പോൾ ഉള്ള DNA ആൻഡ് ക്രോമോസോമിന്റെ വേരിയേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി മൈക്രോബിയൽ ഫിസിയോളജി, അതുപോലെ മൈക്രോബിയൽ ഡിസീസ് ആൻഡ് ഗ്രോത്ത് കണ്ടീഷൻ പഠിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ബേസിക് ആയിട്ടും ന്യൂമറിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബേസിക്കലി ഇവിടെ മൈക്രോബിയൽ ഗ്രോത്ത് കൈനറ്റിക്സ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. പിന്നെ വരാൻ ചാൻസ് സ്ട്രെസ് റെസ്പോൺസ് ആണ്. മൈക്രോബിയൽ സ്ട്രെസ് റെസ്പോൺസ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഇനി അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 6 ആണ്. യൂണിറ്റ് 6 സിസ്റ്റം ഫിസിയോളജി പ്ലാന്റ്സ്. അപ്പോൾ ഒരു ആവറേജ് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും, കംപ്ലീറ്റ് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, ദാറ്റ് ടു ഫ്രം സിസ്റ്റം ഫിസിയോളജി പ്ലാന്റ്സ്. അപ്പൊ നമ്മളൊരു നോൺ ബോട്ടണി ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ അവര് ഈ പറയുന്ന സിസ്റ്റം ഫിസിയോളജി പ്ലാന്റ്സ് കൺസിഡർ ചെയ്യത്തില്ല. പക്ഷേ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സിമ്പിൾ ടോപ്പിക് ഉള്ള ഏരിയയാണ് ഈ പറയുന്ന സിസ്റ്റം ഫിസിയോളജി ഇൻ പ്ലാന്റ്സ്. നമ്മൾ ഇതിവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, നൈട്രജൻ മെറ്റബോളിസം, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ, അതൊക്കെ ഈ പറയുന്ന യൂണിറ്റിലുള്ളതാണ്. അതുപോലെ തന്നെ യൂണിറ്റ് 1ലും വരുന്നുണ്ട്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനും നൈട്രജൻ മെറ്റബോളിസവും അതുപോലെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ ഒക്കെ യൂണിറ്റ് 1ലും വരുന്നുണ്ട്. അപ്പൊ ധാരാളം കോമൺ ടോപ്പിക്കുകൾ വരുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 6. അപ്പൊ നമുക്ക് ഈ ഒരു യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാക്കി യൂണിറ്റ്സും അതിന്റെ ചില ടോപ്പിക്സും കവേർഡ് ആയി വരും. ഇനി നമുക്ക് യൂണിറ്റ് 6ലെ ഇമ്പോർട്ടന്റ് ഏരിയാസ് കൺസിഡർ ചെയ്യാം. ആദ്യത്തത് ഫൈറ്റോ ഹോർമോൺസ് ആണ്. ഫൈറ്റോ ഹോർമോൺസ് നമുക്ക് ഫൈറ്റോ ഹോർമോൺസിന്റെ പ്രിക്വസേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ ബയോസിന്തസിസ് ഓഫ് ദീസ് ഫൈറ്റോ ഹോർമോൺ ആൻഡ് ദെയർ ഫങ്ഷണൽ റോൾ ഇൻ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സിഗ്നലിംഗ് പാത്വേസ് ഓഫ് ദീസ് ഫൈറ്റോ ഹോർമോൺസ്. പിന്നെ വരുന്നത് സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോഷർ ആണ്. ആൻഡ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ട്രിഗർ ദി സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. പിന്നെ സൊല്യൂട്ട് ട്രാൻസ്പോർട്ട്, വാട്ടർ പൊട്ടൻഷ്യൽ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ് ഫോട്ടോസിന്തസിസ്. ഇവിടെ C2, C3, C4 സൈക്കിൾസ് അലോങ് വിത്ത് CAM പാത്വേ ചോദിക്കാറുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് തന്നെയാണ് TCA സൈക്കിളും ഫോട്ടോ ഫോസ്ഫോറൈലേഷനും. നമ്മുടെ ഈ സൈക്ലിക് പാത്വേയിൽ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷനും പിന്നെ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷനും ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ വരുന്ന ഡിഫറെന്റ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനും അതുപോലെ തന്നെ നമ്മുടെ ഇൻഹിബിറ്റേഴ്സും പിന്നെ എനർജി പ്രൊഡക്ഷൻ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ചോദിക്കാം. അടുത്തത് ബയോട്ടിക് ആൻഡ് ബയോട്ടിക് സ്ട്രെസ്സസ് ആണ്. ഇവിടെ നമുക്ക് പ്ലാന്റിന്റെ അഡാപ്റ്റേഷൻ ഫോർ ഡിഫറെന്റ് സ്ട്രെസ്ഡ് കണ്ടീഷൻ ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അത് ഒരു ഓപ്ഷണൽ ഏരിയ ആണ്. പിന്നെ വരുന്നത് ABC മോഡൽ ഓഫ് ഫ്ലവർ ഡെവലപ്മെന്റ് ആണ് ആൻഡ് ഫ്ലവറിംഗ് ജീൻസ് ഇൻ പ്ലാന്റ്. നമ്മുടെ ഡെവലപ്മെന്റൽ ബയോളജി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അതിൽ ഈ പറയുന്ന സെയിം സാധനം തന്നെ ഡെവലപ്മെന്റ് ഓഫ് ഫ്ലവർ ഡെവലപ്മെന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് പഠിക്കുമ്പോൾ അതും ഓട്ടോമാറ്റിക്കലി കവേർഡ് ആയി വരും. ഇനി അടുത്തത് നൈട്രജൻ സൈക്കിൾ നോഡ്യൂൾ ഫോർമേഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് നോഡ് ജീൻസ് ഉണ്ട്, ഡിഫറെന്റ് കൈൻഡ് ഓഫ് നോഡ് ജീൻസ്, അതിന്റെ ഫങ്ഷൻസും ഇമ്പോർട്ടന്റ് ആണ്. ബാക്ടീരിയ ഇൻ നൈട്രജൻ ഫിക്സേഷനും ഇമ്പോർട്ടന്റ് ആണ്. ഈ സാധനം നമ്മൾ എക്കോളജിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന യൂണിറ്റിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ
ആ യൂണിറ്റും ഇവിടെ കവർ ആയി പോകും. ഇനി സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ് അടുത്തത്. അതിന്റെ സിന്തറ്റിക് പാത്വേ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഉണ്ട്. ടെർപീൻസ്, ഐസോപ്രീൻസ്, അതുപോലെ ആൽക്കലോയിഡ്സ്, ഫീനോളിക് കോമ്പൗണ്ട്സ്, അതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് വരുന്നതാണ്. ഇനി അടുത്തത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് സെൻസറി ഫോട്ടോബയോളജി. ഫോട്ടോസിന്തസിസ് പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഫൈറ്റോ ഹോർമോൺസ് പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആണ് സെൻസറി ഫോട്ടോബയോളജി. ഇവിടെ ഫൈറ്റോക്രോംസ്, ക്രിപ്റ്റോക്രോംസ്, ഫോട്ടോട്രോപ്പിൻസ്, ഫോട്ടോപിരിയോഡിസം, പിന്നെ നമ്മുടെ ഷോർട്ട് ഡേ പ്ലാന്റും ലോങ് ഡേ പ്ലാന്റും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ റെസ്പോൺസ് ഓഫ് പ്ലാന്റ്സ് ടു കളേർഡ് ലൈറ്റ്. ഇതാണ് നമ്മുടെ യൂണിറ്റ് 6 സിസ്റ്റം ഫിസിയോളജി പ്ലാന്റ്സിലെ ഇമ്പോർട്ടന്റ് ഏരിയാസ്. അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 8 ആണ്, ഇൻഹെറിറ്റൻസ് ബയോളജി. അപ്പൊ നമുക്ക് ഇവിടെ ഓവറോൾ ഒരു 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും ഈ പറയുന്ന യൂണിറ്റ് 8ൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 8 എന്ന് പറയുന്നത്. സ്കിപ്പ് ചെയ്താൽ യു വിൽ ബി അറ്റ് എ ഗ്രേറ്റ് റിസ്ക്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബോത്ത് തിയറി അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും മാച്ച് ദ ഫോളോയിങ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ന്യൂമറിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസും വരുന്ന ഒരു ഏരിയ ആണ്. ധാരാളം പ്രാക്ടീസ് ചെയ്യണം ക്വസ്റ്റ്യൻസ്. ന്യൂമറിക്കൽ ഒക്കെ ആണെങ്കിൽ ധാരാളം പ്രോബ്ലംസ് സോൾവ് ചെയ്ത് തന്നെ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഇൻഹെറിറ്റൻസ് ബയോളജി എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും മെന്റേലിയൻ ആൻഡ് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് വെച്ചിട്ടാണ്. അപ്പൊ ഇവിടെ ബേസിക് ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് റേഷ്യോസ് കൺസിഡർ ചെയ്യണം, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡിഫറെന്റ് ടേംസ് ദാറ്റ് കംസ് അണ്ടർ മെന്റേലിയൻ ആൻഡ് നോൺ മെന്റേലിയൻ പ്രിൻസിപ്പിൾസ്. അപ്പൊ അതിൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കോഡോമിനൻസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസും, പിന്നെ പ്ലിയോട്രോഫി, ജീനോമിക് ഇംപ്രിന്റിംഗ്, പെനിട്രൻസ്, എക്സ്പ്രസിവിറ്റി, ഫീനോകോപ്പി, പിന്നെ വരുന്നത് നമ്മുടെ ലിങ്കേജ് ആണ്. ലിങ്കേജ്, അതുപോലെ ക്രോസിംഗ് ഓവർ, സെക്സ് ലിങ്കേജ്, സെക്സ് ലിമിറ്റഡ്, സെക്സ് ഇൻഫ്ലുവൻസ്ഡ് ക്യാരക്ടേഴ്സ്, മെറ്റേണൽ ഇൻഹെറിറ്റൻസും അതുപോലെ തന്നെ വേരിയസ് ജീൻ ഇന്ററാക്ഷൻസും ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് നമുക്ക് കൺസിഡർ ചെയ്യുന്നത് ജനറ്റിക് ക്രോസസ് ആണ്. ഡിഫറെന്റ് ജനറ്റിക് ക്രോസസ് ഇമ്പോർട്ടന്റ് ആണ്. പെഡിഗ്രിന്നും എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ്, മൾട്ടിപ്പിൾ അലീലിസം, കോംപ്ലിമെന്റേഷൻ ടെസ്റ്റ്, പിന്നെ മൈറ്റോട്ടിക് ആൻഡ് മിയോട്ടിക് നോൺ ഡിസ്ജങ്ഷൻസ്, ടെട്രാഡ് അനാലിസിസ്, അത് ന്യൂറോസ്പോറയിലൊക്കെയുള്ള ടെട്രാഡ് അനാലിസിസ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വരുന്നത് മ്യൂട്ടേഷൻ ആണ്. മ്യൂട്ടേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. പിന്നെ ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് യൂണിറ്റ് 3ലും കവേർഡ് ആവുന്ന ഒരു ടോപ്പിക് ആണ്. പിന്നെ വരുന്നത് നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് സ്ട്രക്ചറൽ ആൻഡ് ന്യൂമറിക്കൽ ഓൾട്ടറേഷൻ ഓഫ് ക്രോമോസോംസ്. അപ്പൊ ഇവിടെ നമുക്ക് യൂപ്ലോയിഡിയും അന്യൂപ്ലോയിഡിയും ഒക്കെ കൺസിഡർ ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഡിലീഷൻ, ഡ്യൂപ്ലിക്കേഷൻ, ഇൻവേർഷൻ ഓഫ് ക്രോമോസോം, ട്രാൻസ്ലൊക്കേഷൻ. അപ്പൊ നമുക്ക് വരുന്ന പ്ലോയിഡി, യൂപ്ലോയിഡി ആൻഡ് അന്യൂപ്ലോയിഡി ഇവിടെ വരാം. അതുപോലെ തന്നെ ജനറ്റിക് ഇംപ്ലിക്കേഷൻസ്, ഒരുപാട് ഡിസീസസ് അല്ലെങ്കിൽ സിൻഡ്രോംസ് ഈ പറയുന്ന വേരിയേഷൻ ഇൻ സ്ട്രക്ചർ ആൻഡ് ന്യൂമറിക്കൽ വേരിയേഷൻസ് കാരണം ഉണ്ടാകുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി വരുന്നത് മൈക്രോബിയൽ ജെനറ്റിക്സ് ആണ്. ഇവിടെ മേറ്റിംഗ് ഇന്ററപ്ഷൻ എക്സ്പെരിമെന്റ്സ് ചോദിക്കാറുണ്ട്. അത് ബേസിക്കലി മാപ്പിംഗ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ HFR മാപ്പിംഗ്, മെത്തേഡ് ഓഫ് ജനറ്റിക് ട്രാൻസ്ഫർ, അതിൽ ട്രാൻസ്ഫോർമേഷൻ, കോൺജുഗേഷൻ, ട്രാൻസ്ഡക്ഷൻ, എക്സ്ഡക്ഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ മാപ്പിംഗ് ഓഫ് ജീൻസ്. ഇനി വരുന്നത് ക്രോമോസോം മാപ്പിംഗ് ഓഫ് ഹ്യൂമൻ ആൻഡ് ഡ്രോസോഫില ആണ്. അതുപോലെ ഹോമോലോഗസ് ആൻഡ് നോൺ ഹോമോലോഗസ് റീകോമ്പിനേഷൻ, വർഷങ്ങളായിട്ട് ചോദ്യം വരുന്ന ഏരിയ ആണ് ഹോമോലോഗസ് ആൻഡ് നോൺ ഹോമോലോഗസ് റീകോമ്പിനേഷൻ. ഇത് യൂണിറ്റ് 2ലും ഇൻക്ലൂഡഡ് ആണ്. യൂണിറ്റ് ആണ് യൂണിറ്റ് 10 ഇക്കോളജിക്കൽ പ്രിൻസിപ്പിൾ. അപ്പൊ നമുക്ക് ഇവിടെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്, എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് എക്കോളജിക്കൽ പ്രിൻസിപ്പിളിൽ ഉള്ളത്. സോ അവോയ്ഡ് ചെയ്യാണ്ട് തന്നെ പഠിക്കാം ഈ പറയുന്ന യൂണിറ്റ്. ആൻഡ് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയുമാണ് നമ്മുടെ യൂണിറ്റ് 10 എക്കോളജിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സ്ട്രക്ചർ ഓഫ് എക്കോളജിക്കൽ ഓർഗനൈസേഷൻ, ഇവിടെ നമ്മുടെ ഓർഗാനിസം ലെവലും പോപ്പുലേഷൻ എക്കോളജി, കമ്മ്യൂണിറ്റി എക്കോളജി, അതുപോലെ തന്നെ എക്കോസിസ്റ്റം, ബയോം ആൻഡ് ബയോസ്ഫിയർ ഇമ്പോർട്ടന്റ് ആണ്. മേജർ ടൈപ്പ് ഓഫ് ബയോംസ് ഇൻ ദ വേൾഡ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ഡിഫറെന്റ് എക്കോസിസ്റ്റം ആണ്. അതായത് ബയോംസ് തന്നെ പല ടൈപ്പ് ബയോംസ് ഉണ്ടല്ലോ, ടെറസ്ട്രിയൽ, അതുപോലെ തന്നെ
aquatic biomes ഉണ്ട്. അതിൽ ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. ഗ്രാസ് ലാൻഡ്സ്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, അതുപോലെ ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റുകൾ, പിന്നെ നമുക്ക് സാവനാസ്, ഗ്രാസ് ലാൻഡ്സ്, ടുണ്ട്ര, aquatic വരാൻ നേരത്ത് നമുക്ക് ഫ്രഷ് വാട്ടർ, എഷ്വറീസ്, മറൈൻ, അങ്ങനെ ഡിഫറെന്റ് പറയുന്ന കോമ്പോണൻസും സ്ട്രക്ചേഴ്സ് ഓഫ് എക്കോസിസ്റ്റം ഉണ്ട്. അതൊക്കെ കൺസിഡർ ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി വരുന്നത് റൂൾസ് ഓഫ് എക്കോളജി ആണ്. അപ്പൊ ഇവിടെ ബർഗ്മാൻസ് റൂൾ, എലൻസ് റൂൾ, ഗോഗ്ലസ് റൂൾ, യോഡാസ് റൂൾ, അതുപോലെ ഷെൽഫോർഡ്സ് ലോ ഓഫ് ടോളറൻസ്, ഗോസസ് ഹൈപ്പോത്തസിസ്, അതുപോലെ റെൻസ് റൂൾ, അങ്ങനെ ഡിഫറെന്റ് റൂൾസ് റിഗാർഡിംഗ് എക്കോളജി ഉണ്ട്. അതൊക്കെ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ എക്കോസിസ്റ്റം എക്കോളജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമുക്ക് സക്സഷൻ വരാം, പിന്നെ എനർജി സൈക്ലിംഗ് ആൻഡ് മിനറൽ ഫ്ലോ, പ്രൈമറി പ്രൊഡക്ഷൻ, ഡിഫറെന്റ് എക്കോസിസ്റ്റം തന്നിട്ട് അതിന്റെ നെറ്റ് പ്രൈമറി പ്രൊഡക്ഷനോ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, അത് യൂണിറ്റ് ഏരിയ, അങ്ങനെ പല യൂണിറ്റ് ബയോമാസ് അങ്ങനെ വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പൊ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, പ്രൈമറി പ്രൊഡക്ഷൻ, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ഷൻ, ഡീകമ്പോസിഷൻ, ഫുഡ് വെബ്, ഫുഡ് ചെയിൻ ഒക്കെ ഇമ്പോർട്ടന്റ് ഏരിയകളാണ്. ഇനി പിരമിഡ് ഓഫ് എനർജി ആൻഡ് പോപ്പുലേഷൻ, പിന്നെ തെർമൽ സ്ട്രാറ്റിഫിക്കേഷൻ, പിന്നെ എക്കോസിസ്റ്റം വരാൻ നേരത്ത് നമുക്ക് ലെന്റിക് എക്കോസിസ്റ്റം, ലോട്ടിക് എക്കോസിസ്റ്റം, അങ്ങനെ ഡിഫറെന്റ് എക്കോസിസ്റ്റം ഉണ്ട്. അപ്പൊ ഇവിടെ തെർമൽ സ്ട്രാറ്റിഫിക്കേഷൻ ബേസിക്കലി എക്വാട്ടിക് ആയിട്ടുള്ള എക്കോസിസ്റ്റം ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇനി പോപ്പുലേഷൻ എക്കോളജി വരുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. R&K സെലക്ഷൻ വരും, പിന്നെ ഹാർഡി വീൻബർഗ് ലോ, ജീൻ പൂൾ, കോൺസെപ്റ്റ്സ് ഓഫ് ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ജീൻ ഫ്രീക്വൻസി, അത് ഡിഫറെന്റ് മെത്തേഡ് വഴിയുണ്ട്. നാച്ചുറൽ സെലക്ഷൻ, പിന്നെ ജനറ്റിക് ഡ്രിഫ്റ്റ് വഴിയൊക്കെ സംഭവിക്കാം, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സർവൈവർഷിപ്പ് കർവ് റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സും റെഗുലേഷൻ ഓഫ് പോപ്പുലേഷൻ, പിന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് കർവ്സ് ഉണ്ട്, അത് എക്സ്പോണൻഷ്യൽ, ലോജിസ്റ്റിക്, അങ്ങനത്തെ ഗ്രോത്ത് കർവ് ഇമ്പോർട്ടന്റ് ആണ്. മെറ്റാ പോപ്പുലേഷൻ, പിന്നെ വരുന്നത് പിന്നെ പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡീംസ്, ഡിസ്പേർഷൻ ഓഫ് പോപ്പുലേഷൻ, പിന്നെ ഇന്റർഡെർമിക് എക്സ്റ്റിൻഷൻ, ഏജ് സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വരുന്നത് ബയോസ്പിയർ, അതായത് ബയോസ്പിയർ റിസർവ്സും ഡിഫറെന്റ് സാങ്ച്വറീസും ഇൻ ഇന്ത്യ ക്വസ്റ്റ്യൻസ് വരാം. ഏതൊക്കെയാണ് അതിന്റെ സ്പെഷ്യൽ കൺസർവേഷൻ, ഏത് അനിമലിനെയാണ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ അഡാപ്റ്റേഷൻ ആൻഡ് അക്ലമറ്റൈസേഷൻ, പിന്നെ ആന്ത്രോപോളജിക്കൽ ആക്ടിവിറ്റി കാരണം ഉണ്ടാകുന്ന എൻവയോൺമെന്റൽ കൺസേൺസ്, ഗ്ലോബൽ വാർമിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, എൻവയോൺമെന്റൽ പൊല്യൂഷൻ, മോണിറ്ററിംഗ് എഫക്ട്, അതുപോലെ ബയോഡൈവേഴ്സിറ്റി, പ്രൊജക്ട് ടൈഗർ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വരുന്നത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഐലൻഡ് ബയോജിയോഗ്രഫി. അത് ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഐലൻഡ് ബയോജിയോഗ്രഫി. നമ്മുടെ CSIR-ന്റെ സിലബസ് കൺസിഡർ ചെയ്യുമ്പോൾ 13 യൂണിറ്റ് ആണുള്ളത്. അതിൽ ഓൾറെഡി നമ്മളുടെ അഞ്ജു മിസ് യൂണിറ്റ് 12ഉം യൂണിറ്റ് 13ഉം ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ലാസ്റ്റ് യൂണിറ്റ് ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്, ദാറ്റ് ഇസ് യൂണിറ്റ് 11. സോ എക്കോളജി ആൻഡ് ബിഹേവിയർ ആണ് യൂണിറ്റ് 11. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ്. ഫ്രീക്വന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഏരിയകൾ ഉള്ള ഒരു യൂണിറ്റ് ആണ് എവല്യൂഷൻ ആൻഡ് ബിഹേവിയർ. അപ്പൊ നമുക്ക് ഇവിടെ ടൈപ്സ് ഓഫ് സെലക്ഷൻ, ഡയറക്ഷണൽ സെലക്ഷൻ, സ്റ്റെബിലൈസിംഗ് സെലക്ഷൻ ആൻഡ് ഡിസ്ട്രപ്റ്റീവ് സെലക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വരുന്നത് വേരിയസ് കോൺസെപ്റ്റ് ആണ്, ലൈക്ക് ഫൗണ്ടേഴ്സ് എഫക്റ്റ്, ബോട്ടിൽ നെക്ക് എഫക്റ്റ്, അത് നമ്മുടെ ജനറ്റിക് ഡ്രിഫ്റ്റ് റിഗാർഡഡ് ടോപ്പിക്സ് ആണ്. ഫൗണ്ടേഴ്സ് എഫക്റ്റും ബോട്ടിൽ നെക്ക് എഫക്റ്റ്, നാച്ചുറൽ സെലക്ഷൻ, പിന്നെ നമ്മുടെ പല കോൺസെപ്റ്റ്സ് ഓഫ് എവല്യൂഷൻ, അത് നമുക്ക് ലാൻഡ്മാർക്ക് കോൺസെപ്റ്റ് ഉണ്ട്, ഡാർവിൻ കോൺസെപ്റ്റ് ഉണ്ട്, പിന്നെ അഡാപ്റ്റേഷൻ, വേരിയേഷൻ, സ്ട്രഗിൾ, ഫിറ്റ്നസ്, പിന്നെ വരുന്നത് സ്പോണ്ടേനിറ്റി ഓഫ് മ്യൂട്ടേഷൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് ആണ് സ്പീസിയേഷൻ. ഇനി മറ്റ് തിയറികളും ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഇൻക്ലൂഡ്സ് ദി ഒറിജിൻ ഓഫ് സെൽ, പിന്നെ ഹൗ പ്രോകാരിയോട്ടിക് സെൽ, അതുപോലെ യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടിക്, മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്ടിക് സെൽസ് ഒക്കെ ഫോം ചെയ്തത്, എനേറോബിക് മെറ്റബോളിസം, ഫോട്ടോസിന്തസിസും ഇവിടെ വരുന്നുണ്ട്, അതുപോലെ എയറോബിക് മെറ്റബോളിസവും ഇമ്പോർട്ടന്റ് ആണ്. ഇനി വേരിയസ് അതർ തിയറീസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒപ്പാരൻ ആൻഡ് ഹാൽഡൻ തിയറി, മില്ലറിന്റെ എക്സ്പെരിമെന്റും. Now next is the topic called as adaptive radiation and endosymbiont theory of different organelles. ഇനി ടൈപ്പ് ഓഫ് എവല്യൂഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നമുക്ക് കൺവേർജന്റ് എവല്യൂഷൻ, ഡൈവേർജന്റ് എവല്യൂഷൻ, പാരലൽ എവല്യൂഷൻ ആൻഡ്
ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദെമും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. പിന്നെ വരുന്ന മറ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ സ്പീസിയേഷൻ ആണ്. സ്പീസിയേഷനിൽ അല്ലോപാട്രിക്, പാരാപാട്രിക്, പെരിപാട്രിക്, സിംപാട്രിക് അങ്ങനെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്പീസിയേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ജനറ്റിക് ഡ്രിഫ്റ്റിൽ വരുന്ന ചേഞ്ചസ് ഡ്യൂ ടു നാച്ചുറൽ സെലക്ഷൻ, മ്യൂട്ടേഷൻ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈലോജനറ്റിക് ട്രീ, ക്ലാഡോഗ്രാം, മോളിക്കുലാർ എവല്യൂഷൻ, മോളിക്കുലാർ ഡൈവേർജൻസ്, മോളിക്കുലാർ ക്ലോക്ക്, ടൂൾസ്, പ്രോട്ടീൻസ്, ന്യൂക്ലിയോടൈഡ് ജീൻ അനാലിസിസ് ഒക്കെ ബേസിക്കലി എവല്യൂഷന്റെ അനാലിസിസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫൈലോജനറ്റിക് സ്റ്റഡിക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഒറിജിൻ ഓഫ് പ്രോട്ടീൻ ആൻഡ് വേരിയസ് ജീൻസ്, ഡ്യൂപ്ലിക്കേഷൻ, ഡൈവേർജൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മുടെ ജിയോളജിക്കൽ ടൈം സ്കെയിൽ. ഇവിടെ ഓണ്ടോളജി ഉണ്ട്, എവല്യൂഷണറി ഹിസ്റ്ററി ഉണ്ട്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് മേജർ ഇവന്റ്സ്, അതിൽ എറാസ്, എപ്പോക്സ്, പീരിയഡ്സ് ഒക്കെ വരില്ലേ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോ കോഡൊക്കെ വെച്ചിട്ട് പഠിക്കാം. ഇനി അടുത്തത് പ്രൈമേറ്റ് എവല്യൂഷണറി സ്റ്റേജ് ആണ്. പിന്നെ വരുന്നത് ബ്രെയിൻ ബിഹേവിയർ എവല്യൂഷൻ, അതിൽ ആൾട്രോയിസം ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ബിഹേവിയർ കോൺസെപ്റ്റ് ആൻഡ് ബയോളജിക്കൽ ക്ലോക്ക്. ഇതാണ് ബേസിക് ആയിട്ട് യൂണിറ്റ് 11 വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഇൻ CSIR ലൈഫ് സയൻസ് ടോപ്പിക്സ്. സിലബസിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സെലക്റ്റീവ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഏരിയകൾ സെലക്ട് ചെയ്ത്, അതുപോലെ താല്പര്യമുള്ള ഏരിയകൾ സെലക്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നോക്കിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക.